നമസ്കാരം, എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കൂടിയായിട്ടുള്ള വിനേഷ് ഫോഗട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നു. ഇങ്ങനൊരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യയാക്കപ്പെടുകയും തൊട്ടു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്ത ഗുസ്തി താരമാണ്. ഇന്ത്യയുടെ അഭിമാനമാണ് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന സൂചന ലഭിച്ചതിന് പിന്നിലുള്ള കാരണമെന്ത്? ഇതാണെന്ന് ഇന്ത്യ അന്വേഷിക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തിപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ വിനേഷ് ഫോഗട്ടിനെ സമീപിച്ചുവെന്ന സൂചന ലഭിക്കുന്നു. BJP അംഗവും ബന്ധുവുമായ ബബിത ഫോഗട്ടിനെതിരെ വിനേഷ് മത്സരിക്കുമെന്ന സൂചനയും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ദാദ്രിയിൽ മത്സരിച്ച ബബിത ഫോഗട്ട് പരാജയപ്പെട്ടിരുന്നു. സജീവ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വിനേഷ് ഫോഗട്ട് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിൽ തന്നെയാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. കോൺഗ്രസിന് മതിയായ അംഗസംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയത്തിന് വിനേഷ് സന്നദ്ധത അറിയിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, ഏത് പാർട്ടിയിലായിരിക്കും അവർ ചേരുക എന്ന കാര്യത്തിലും ഒരു സൂചനയില്ല. പാരീസ് ഒളിമ്പിക്സിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ താരത്തിന് അത്യുജ്വല സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളം മുതൽ സ്വന്തം സ്ഥലമായ ഹരിയാനയിലെ ബലാലി വരെ പലയിടത്തായി വലിയ സ്വീകരണമാണ് വിനേഷ് ഫോഗട്ടിന് ഒരുക്കിയത്. അതിന് പിന്നാലെയാണ് വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്ന അഭ്യൂഹം കൂടി ഉയർന്നത്. കോൺഗ്രസ് നേതാവ് MP-യുമായ ദേവേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിലാണ് വിനേഷ് ഫോഗട്ടിന് ഇങ്ങനെയൊരു പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കിയത്. ബജ്രംഗ് പൂനിയ, സാക്ഷി മാലിക് അടക്കമുള്ള താരങ്ങളും ദേവേന്ദ്ര ഹൂഡയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഹരിയാനയുടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഗുസ്തി താരങ്ങളുടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്നത്. ഒളിമ്പിക്സ് ഗുസ്തി 50 കിലോഗ്രാം വിഭാഗത്തിലെ ഫ്രീ സ്റ്റൈലിലാണ് വിനേഷ് ഫൈനലിൽ പ്രവേശിച്ചത്. മണിക്കൂറുകൾക്ക് തന്നെ ഭാരപരിശോധന നടന്നു. അതിൽ 100 ഗ്രാം അധിക ഭാരമുണ്ട് എന്നതിനെ തുടർന്നായിരുന്നു വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് അയോഗ്യത കൽപ്പിച്ചത്. അയോഗ്യതയ്ക്കെതിരെയും അതുപോലെ തന്നെ വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യം ഉന്നയിച്ചും രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചെങ്കിലും അപ്പീൽ തള്ളുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.